ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ വാഴക്കൊമ്പ് തോരനാണ്. സാധാരണ എല്ലായിടത്തും കിട്ടുന്നതാണ് വാഴക്കൊമ്പ്. നമുക്ക് തോരൻ എങ്ങനെ റെഡിയാക്കി നോക്കിയാൽ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്യാൻ മറക്കരുത്. വാഴക്കൂമ്പ് ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കണം. സൈഡിലൊക്കെ ഒരുപാട് കളഞ്ഞിട്ടുണ്ട്. ആദ്യം കാര്യമായിട്ടൊന്നും എടുക്കണ്ട, ഞാൻ ആദ്യമായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇതിന്റെ വല പോകാനാണ് നമ്മളത് കഴുകിയെടുക്കുന്നത്. പണ്ടുള്ളവർ, അതായത് മുത്തശ്ശിമാരൊക്കെ, അവർ വല പോകാനായിട്ട് അവർക്ക് കയ്യിൽ ഇങ്ങനെ ചുറ്റിയെടുക്കാറുണ്ട്. എനിക്കത് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഞാനിതിപ്പോൾ കഴുകിയെടുക്കാൻ പോവുകയാണ്. അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ആവശ്യത്തിന് കുറച്ച് തേങ്ങ, രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു രണ്ട് പച്ചമുളക്, ആവശ്യത്തിന് ജീരകം, മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയല്ല, മഞ്ഞൾപ്പൊടിയാണ്. മാറിപ്പോയതാണ്. ഇനി അരച്ചെടുക്കാം. നമുക്ക് പാത്രം ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പൊട്ടി വരുമ്പോഴേക്കും കറിവേപ്പിലയും മറ്റുള്ളതും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിട്ട് സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. സവാള ചേർത്തതിന് ശേഷം ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തോരത്തിന്റെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പിട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. നമ്മുടെ വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം.